1861 അലക്ടൺ എന്ന ഫ്രഞ്ച് കപ്പൽ സ്പെയിനിൽ നിന്ന് ക്യാനറി ദ്വീപുകളിൽ ഏറ്റവും വലിപ്പമുള്ള ടെനറിഫിലേക്ക് യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ഒരു സംഭവമുണ്ടായി. ഒരു ഭീകരജീവി ആഴക്കടലിൽ നിന്ന് അലക്ടനു നേരെ പാഞ്ഞു വന്നു. അക്കാലത്ത് ഭീകരനിരാളികളെക്കുറിച്ച് ധാരാളം കഥകൾ പ്രചരിപ്പിച്ചിരുന്നതിനാൽ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ബോയർ ഒരു തീരുമാനമെടുത്തു. എന്തു ത്യാഗം സഹിച്ചും ജീവിയെ പിടികൂടണം. കപ്പൽ ജീവനക്കാർ ജീവിക്കു നേരെ നിറയൊഴിച്ചു. എന്നാൽ വെടിയുണ്ടയൊന്നും അതിന് ഏറ്റില്ല. നിരാശനാകാതെ ബോയർ കൂറ്റൻ കടൽജീവികളെ നേരിടാൻ ഉപയോഗിക്കുന്ന ചാട്ടുളി പ്രയോഗിച്ചു. ഭീകരന്റെ വാലിൽ കൃത്യമായി അത് കുടുങ്ങുകയും ചെയ്തു. പക്ഷേ അത്രയും ഭാഗം മുറിച്ചു കളഞ്ഞ് ഭീകരൻ വെള്ളത്തിൽ മുങ്ങി. വാലിൻ്റെ ആ ചെറിയ ഭാഗത്തിനു തന്നെ 20 കിലോയിലേറെ ഭാരമുണ്ടായിരുന്നു എന്നാണ് ബോയറുടെ നിഗമനം. 18 അടിയോളം നീളമുണ്ടായിരുന്ന അതിന് തത്തയുടേതുപോലെയുള്ള തലയും അതിനു ചുറ്റുമായി 8 നീരാളിയുടെ കൈകളും ആയിരുന്നു. ചെങ്കല്ലിൻ്റെ നിറമായിരുന്നു ജീവിക്ക്. ബോയറിൻ്റെ വിശദീകരണവും അവർക്ക് കിട്ടിയ വാൽക്കഷ്ണവും പഠിച്ച ശാസ്ത്രജ്ഞർക്ക് അത്തരമൊരു കടൽജീവിയെ ഇന്നോളം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല.